ക്വസ്റ്റ്യൻ 71. ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഇവിടെ ഒരു ബഹുഭുജം അഥവാ പോളിഗണിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണെന്ന് നൽകിയിരിക്കുന്നു. ഈ പോളിഗണിന് എത്ര വശങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പോളിഗണിൻ്റെ പുറംകോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതെല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ 360 ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇരട്ടി. അതായത് അകക്കോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് 360. അപ്പോൾ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 360ൻ്റെ പകുതിയാണ്. അപ്പോൾ അകക്കോണുകളുടെ തുക കിട്ടാൻ 360നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 180 ഡിഗ്രി വരും. അപ്പോൾ അകക്കോണുകളുടെ തുക 180 ഡിഗ്രി. ഇനി അകക്കോണുകളുടെ തുക 180 ഡിഗ്രി വരുന്ന രൂപം നമുക്കെല്ലാം പരിചിതമായതാണ്, ത്രികോണം. അപ്പോൾ ഈ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 3. ക്വസ്റ്റ്യൻ 72. 12 വശങ്ങൾ ഉള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? ഇവിടെ 12 വശങ്ങളുള്ള ഒരു ബഹുഭുജം അഥവാ പോളിഗണിൻ്റെ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ പോളിഗണിൻ്റെ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക n-2 ഗുണം 180 ഡിഗ്രിയാണ്. ഓർക്കുക, n വശങ്ങളുള്ള ഒരു പോളിഗണിൻ്റെ അകക്കോണുകളുടെ തുക n-2 ഗുണം 180 ഡിഗ്രിയാണ്. ഇവിടെ 12 വശങ്ങൾ ഉള്ള രൂപത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് n-ന് 12 എന്ന് കൊടുക്കാം. n-ന് 12 എന്ന് കൊടുത്താൽ 12 - 2 ഗുണം 180 ഡിഗ്രി. 12 - 2 10. അപ്പോൾ 10 ഗുണം 180 ഡിഗ്രി എന്ന് വരും. 10 ഗുണം 180 1800. അതായത് 1800 ഡിഗ്രിയാണ് നമുക്ക് വേണ്ട തുക. ശരി ഉത്തരം ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ 73. 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? ഇപ്പോൾ ഇവിടെ ഒരു ശ്രേണി നൽകിയിട്ടുണ്ട്. 2, 5, 8 എക്സെട്ര. നോക്കുക, 2നോട് 3 കൂട്ടിയാൽ 5 ആവും, 5നോട് 3 കൂട്ടിയാൽ 8 ആവും. അതായത് ഇത് പൊതുവ്യത്യാസം 3 ആയിട്ടുള്ളൊരു സമാന്തര പ്രോഗ്രഷനാണ്. ഇതിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, 2500ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2500ൻ്റെ സ്ക്വയർ റൂട്ട് 50 ആണ്. അല്ലെങ്കിൽ 50ൻ്റെ വർഗ്ഗമാണ് 2500. അപ്പോൾ 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 50 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം. n സമം xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. n സമം xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. ഇത് xn ഇതിലെ അവസാന പദം, അതായത് ഇവിടെ 50 എന്ന് കൊടുക്കണം. xn 50 എന്ന് വാല്യൂ കൊടുക്കുക. എഫ് ആദ്യ പദം ഫസ്റ്റ് ടേം 2, ഡി പൊതുവ്യത്യാസം, ഇതിലെ പൊതുവ്യത്യാസം 3 ആണെന്ന് കണ്ടു. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ xn 50 - 2 ബൈ 3 പ്ലസ് 1 എന്ന് വരും. 50ൽ നിന്ന് 2 കുറച്ചാൽ 48. 48 ബൈ 3 പ്ലസ് 1. 48നെ 3 കൊണ്ട് ഹരിച്ചാൽ 16. 16 പ്ലസ് 1 17. അപ്പോൾ 17ാം പദമാണ് 50. അപ്പോൾ 17ാം പദത്തിൻ്റെ വർഗ്ഗമാണ് 2500. ശരി ഉത്തരം ഓപ്ഷൻ ഡി 17. ക്വസ്റ്റ്യൻ 74. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? ഇവിടെ 25,000 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഈ ബാങ്ക് 8% വാർഷിക കൂട്ടുപലിശയാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? പലിശ മാത്രം കണ്ടുപിടിച്ചാൽ മതി. പലിശ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ വർഷം ഈ 25,000ൻ്റെ 8% പലിശയായി ലഭിക്കുക. ഓർക്കുക, 25,000ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. ഇതിനെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. 250 രൂപ. അപ്പോൾ 8% കിട്ടാൻ 250 ഗുണം 8 കണ്ടാൽ മതി. 250 ഗുണം 8 2000 രൂപ. അപ്പോൾ ആദ്യ വർഷത്തെ പലിശ 2000 രൂപയാണ്. രണ്ടാം വർഷം 25,000ന് 8% നിരക്കിൽ 2000 രൂപയും അതുകൂടാതെ ആദ്യ വർഷത്തെ പലിശയായ 2000ൻ്റെ 8% കൂടി പലിശ കിട്ടും. കൂട്ടുപലിശയാണ്. അപ്പോൾ ആദ്യ വർഷത്തെ പലിശയായ 2000നും 8% നിരക്കിൽ പലിശ കിട്ടും. 2000ൻ്റെ 8% കാണാൻ ഓർക്കുക, 2000ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 100 കൊണ്ട് ഹരിക്കുമ്പോൾ 20 കിട്ടുക. 20. അപ്പോൾ 8% കാണാൻ 8 ഗുണം 20 കാണുക. അതായത് 8 2 16 160 വരും. അപ്പോൾ ടോട്ടൽ 2 വർഷത്തെ പലിശ എന്ന് പറയുന്നത് ഇത്രയും കൂട്ടിയെടുത്താൽ മതി.
അതായത് 2000 2000 4000 4000 160 4160 രൂപയാണ് 2 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന പലിശ. ശരി ഉത്തരം ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ 75. 2 2 സ്ക്വയർ മൈനസ് 1 2 സ്ക്വയർ സമൺ ഡാഷ്. 2 2 സ്ക്വയർ അല്ലെങ്കിൽ 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വേണമെങ്കിൽ ഇതെല്ലാം മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അതിനെയൊക്കെ രൂപമാറ്റം വരുത്തി നമുക്ക് സ്ക്വയർ കണ്ട് സിംപ്ലിഫൈ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലും എളുപ്പം നമുക്കൊരു സർവ്വസമവാക്യം ഉപയോഗിക്കുന്നതാണ്. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഉദാഹരണമായിട്ട് 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് നമുക്കിതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എയുടെ സ്ഥാനത്ത് 2.5യും ബിയുടെ സ്ഥാനത്ത് 1.5യുമാണ്. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ളത് 2.5 പ്ലസ് 1.5 ഇൻറ്റു എ മൈനസ് ബിയുടെ സ്ഥാനത്ത് 2.5 മൈനസ് 1.5 വരും. 2.5യും 1.5യും കൂടെ കൂട്ടിയാൽ 2 1 3 അര 1 3 1 4 എന്ന് വരും. 2.5യിൽ നിന്ന് 1.5 കുറച്ചാൽ 1, 4 ഗുണം 1 4. അപ്പോൾ ഉത്തരം 4. ഇതായിരിക്കും എളുപ്പമാർഗം. ശരി ഉത്തരം ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ 76. 1 ഗുണം 2 2 ഗുണം 3 3 ഗുണം 4 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അപ്പോൾ ഇവിടെ നമുക്കൊരു നമ്പർ സീക്വൻസ് നൽകിയിട്ടുണ്ട്. 1 ഗുണം 2 2 ഗുണം 3 3 ഗുണം 4 എക്സെട്ര. ഇനി ഈ ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാം പദം 1 ഗുണം 2, രണ്ടാം പദം 2 ഗുണം 3, മൂന്നാം പദം 3 ഗുണം 4. അങ്ങനെയാണെങ്കിൽ 10-ാം പദം 10 ഗുണം 11 ആയിരിക്കും. അപ്പോൾ ഇനി ഈ സീക്വൻസിലെ പദങ്ങളുടെ തുക കാണണം. അപ്പോൾ ഇത് ഈ രൂപത്തിൽ എഴുതിക്കൊണ്ട് തുക കണ്ടുപിടിക്കൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. നോക്കുക, 1 ഗുണം 2 എന്നുള്ളത് ഈ ഒന്നിനോട് 1 കൂട്ടുന്നതാണല്ലോ 2. അപ്പോൾ ഇത് 1 ഗുണം 1 പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. അതുപോലെ ആദ്യ പദമായ 2നോട് 1 കൂട്ടിയതാണ് ഈ 3. അപ്പോൾ ഇത് 2 ഗുണം 2 പ്ലസ് 1 എന്ന് എഴുതാം. 2 ഗുണം 3നെ 2 ഗുണം 2 പ്ലസ് 1 എന്ന് എഴുതാം. അതുപോലെ ഇതെങ്ങനെ എഴുതാം? 3 ഗുണം 4 കിട്ടാൻ 3 പ്ലസ് 1 എഴുതിയാൽ മതി. എക്സെട്ര. അവസാനത്തെ 10 ഗുണം 10 പ്ലസ് 1. ഇനി ഇതിനെ ഈ 1 കൊണ്ട് ഇതിലെ ഓരോന്നിനെയും ഗുണിക്കുന്നു. അപ്പോൾ 1 ഗുണം 1 1 സ്ക്വയർ. 1 സ്ക്വയർ അധികം 1 ഗുണം 1 1. ഇതോ 2 ഗുണം 2 2 സ്ക്വയർ അധികം 2 ഗുണം 1 2. ഇത് 3 ഗുണം 3 3 സ്ക്വയർ അധികം 3 ഗുണം 1 3 എന്നാവും. എക്സെട്ര. അങ്ങനെ 10 സ്ക്വയർ അധികം 10 എന്ന് വരും. അപ്പോൾ ഇനി ഇത്രയും സംഖ്യകളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുക. അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ഇതിലെ സ്ക്വയർ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ച് എഴുതുക. പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 10 സ്ക്വയർ പ്ലസ് 1 2 3 അങ്ങനെ 10 വരെയുള്ളത് വേറെ കൂട്ടുക. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 10. ഇനി ഇത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുക കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഓർക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കാണാൻ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാം. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്തെല്ലാം 10 കൊടുക്കണം. അപ്പോൾ 10 ഇൻറ്റു n പ്ലസ് 1ൻ്റെ സ്ഥാനത്ത് 10 പ്ലസ് 1 അതായത് 11 എന്ന് വരും. ഗുണം 2n പ്ലസ് 1 എന്നിൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുമ്പോൾ 2 ഗുണം 10 20 21 21 21 ബൈ 6 എന്ന് വരും. പ്ലസ് ഇവിടെയോ 1 അധികം 2 അധികം 3 എക്സെട്ര 10. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. അതായത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അപ്പോൾ ഈ സൂത്രവാക്യം ഉപയോഗിക്കുമ്പോൾ ഇവിടെ n ന് 10 കൊടുക്കുക. 10 ഇൻറ്റു 11 ബൈ 2 എന്ന് വരും. ഇത് നമുക്ക് 2 സിംപ്ലിഫൈ ചെയ്യാം. 6 21 ഉണ്ട്. 6 21 3ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 3 കൊണ്ട് നമുക്കിതിനെ 2നെ ഹരിക്കാം. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 21നെ 3 കൊണ്ട് ഹരിച്ചാൽ 7ഉം വരും. ദെൻ 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. അപ്പോൾ 11 5 55. 55 ഗുണം 7 വരും ഇവിടെ ഗുണനഫലം. അത് 55 ഗുണം 7 എന്ന് പറയുന്നത് 385 വരും.
പ്ലസ് ഇവിടെ 2 കൊണ്ട് 10നെ ഹരിച്ചാൽ 5, 11 5 55, 385 55 കൂടെ കൂട്ടിയാൽ 440 എന്ന് കിട്ടും. അതായത് നമുക്ക് വേണ്ട തുക 440 ശരി ഉത്തരം ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ 77. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? ഇവിടെ ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 എന്ന അംശബന്ധത്തിൽ ആണെന്ന് നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലെ വലിയ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കണം. അവർക്ക് ചതുർഭുജത്തിലെ കോണളവുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രിയെ ഈ റേഷ്യോയിൽ 1:2:3:4 എന്നുള്ള അംശബന്ധത്തിൽ ഭാഗിച്ചാൽ നമുക്ക് കോണിൻ്റെ അളവുകൾ കിട്ടും. നമുക്ക് തൽക്കാലം വലിയ കോണിൻ്റെ അളവ് മാത്രം മതി. അപ്പോൾ ഇതിലെ വലിയ സംഖ്യയാണ് വലിയ കോണിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 360 ഗുണം ആദ്യം ഇതെല്ലാം കൂടെ കൂട്ടുക. 1 2 3 3 6 4 10. 10ൽ ഇതിലെ വലിയ കോണിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന സംഖ്യ 4. അപ്പോൾ 360ൻ്റെ 10ൽ 4 ഭാഗം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് 360 ഗുണം 10ൽ 4 ഇതിലെ ഈ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 36 ഗുണം 4 കാണുക. അതായത് 144 എന്ന് വരും. അപ്പോൾ 144 ഡിഗ്രിയാണ് ഇതിലെ വലിയ കോണിൻ്റെ അളവ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? ഇവിടെ ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആണെങ്കിൽ ആ സംഖ്യ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ഈ സംഖ്യയോട് 1 കൂട്ടിയത് എന്ന് പറഞ്ഞാൽ x + 1. ഇതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലമാണ് 3 എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ x + 1ൻ്റെ വർഗ്ഗമൂലം കാണാൻ ഇതിൻ്റെ റൂട്ട് ഇടുക. റൂട്ട് ഓഫ് x + 1. ഇനി ഇതാണ് x + 1ൻ്റെ വർഗ്ഗമൂലം. അതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു റൂട്ടും കൂടെ വരണം. അപ്പോൾ റൂട്ട് ഓഫ് x + 1 ഇതാണ് 3 എന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം 1 സ്ക്വയർ ചെയ്യാം. ഇതിനെ 1 സ്ക്വയർ ചെയ്യുമ്പോൾ പുറത്തുള്ള ഒരു റൂട്ട് അങ്ങ് പോകും. അതായത് റൂട്ട് ഓഫ് x + 1 കിട്ടും. വലതുവശത്ത് 3ൻ്റെ സ്ക്വയർ അതായത് 9 എന്ന് വരും. അപ്പോൾ റൂട്ട് ഓഫ് x + 1 9 ആണ്. അപ്പോൾ x + 1 കിട്ടാനായിട്ട് നമുക്ക് ഒന്നുകൂടെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ x + 1 = 9ൻ്റെ സ്ക്വയർ ആവും. അതായത് 81. x + 1 81 ആണെങ്കിൽ x എത്ര വരും? 81 - 1 = 80. അതായത് നമുക്ക് വേണ്ട സംഖ്യ 80 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ 79. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? ഈ ചോദ്യത്തിലെ വാക്കുകൾ ഒരല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നുള്ളതാണ് ചോദ്യം. ആരം 2 മടങ്ങ് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആരത്തിനെ അതിൻ്റെ 2 മടങ്ങായി മാറ്റുക എന്നുള്ളതാണോ അതോ നിലവിലുള്ളതിനോട് അതിൻ്റെ 2 മടങ്ങ് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നിലവിലുള്ള ആരത്തിനോട് അതിൻ്റെ 2 മടങ്ങ് കൂട്ടിച്ചേർക്കുന്നു എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഉത്തരമായി വരില്ല. അതുകൊണ്ട് തൽക്കാലം ഈ ചോദ്യത്തിന് ആൻസർ ഇപ്പോൾ ചെയ്യുന്നത് നിലവിലുള്ള ആരം അതിൻ്റെ 2 മടങ്ങായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ആരം 2 മടങ്ങായും ഉന്നതി 3 മടങ്ങായും ആരം 2 മടങ്ങായും മാറുന്നു എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ടാണ് ഇതിന് ഉത്തരം കാണുന്നത്. അപ്പോൾ ആരം 2 മടങ്ങാകുന്നു, ഉന്നതി 3 മടങ്ങാകുന്നു. അങ്ങനെയെങ്കിൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം 1/3 πr²h ആണ്. 1/3 πr²h. ഇതിലെ r ആണ് ആരം, h ഉന്നതി. ഈ നിലവിലുള്ള r അതിൻ്റെ 2 മടങ്ങാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ഇരട്ടിയാകുന്നു, 2r ആയി മാറും. അതുപോലെ നിലവിലുള്ള h അതിൻ്റെ 3 ഇരട്ടിയാകുന്നു, 3 മടങ്ങെന്ന് പറഞ്ഞാൽ 3 ഇരട്ടി. അപ്പോൾ h 3h ആകുന്നു. നമുക്കിതിനകത്ത് ഈ ആറിന് പകരം 2rഉം എച്ചിന് പകരം 3hഉം കൊടുക്കാം. അപ്പോൾ ഇതങ്ങോട്ട് മാറും. നോക്കുക, 1/3 π ആറിൻ്റെ സ്ഥാനത്ത് 2r കൊടുക്കണം. 2rൻ്റെ സ്ക്വയർ എച്ചിൻ്റെ സ്ഥാനത്ത് 3h ഇൻറ്റു 3h ഈക്വൽ ടു 1/3 π. 2rൻ്റെ സ്ക്വയർ കാണാൻ 2ൻ്റെ സ്ക്വയർ ഗുണം 6ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, 6ൻ്റെ സ്ക്വയർ r² ഇൻറ്റു 3h. ഈ 4ഉം 3ഉം കൂടെ നമുക്ക് ഗുണിക്കാം. 4 3 12, 12നെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 12 ഗുണം 3/1 π, പിന്നെ മിച്ചമുള്ള r²h, πr²h. ഈ 3/1 πr²h ആണ് ആദ്യത്തെ വ്യാപ്തം. അതിനെ 12 കൊണ്ട് ഗുണിച്ച രൂപത്തിലെത്തി.
അതായത് 12 ഗുണം വി എന്നുള്ള രൂപത്തിലെത്തി. അപ്പോൾ ആദ്യത്തെ വ്യാപ്തത്തിൻ്റെ 12 മടങ്ങായി മാറി വ്യാപ്തം. അപ്പോൾ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് ചോദ്യം. 12 മടങ്ങായി മാറി. ശരിയുത്തരം ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ 80. ചിത്രത്തിൽ ചാപം എ സി ബിയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ എ സി ബിയുടെ അളവ് എത്ര? ഇവിടെ ചിത്രത്തിൽ ചാപം എ സി ബി അല്ലെങ്കിൽ ആർക്ക് എ സി ബിയുടെ അളവ്, അതായത് ആർക്ക് എ സി ബിയുടെ കേന്ദ്ര കോണിൻ്റെ അളവ് 260 ഡിഗ്രിയാണ്. നമുക്ക് കോൺ എ സി ബി, ഈ കോണിൻ്റെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചാപം എ സി ബിയുടെ കേന്ദ്ര കോണിൻ്റെ അളവ് നൽകിയിട്ടുണ്ട് 260 ഡിഗ്രി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ എ സി ബി എന്ന ചാപത്തിൻ്റെ എതിർചാപമാണ് എ പി ബി. എ പി ബിയുടെ കേന്ദ്ര കോണിൻ്റെ അളവ് ആദ്യം കണ്ടുപിടിക്കണം. ഇത് മൊത്തം 360 ഡിഗ്രിയാണല്ലോ. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് എ സി ബിയുടെ കേന്ദ്ര കോണിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് എ സി ബിയുടെ കേന്ദ്ര കോണിൻ്റെ അളവ് 260 ഡിഗ്രി. 260 ഡിഗ്രി കുറയ്ക്കുന്നു. അപ്പോൾ 100 ഡിഗ്രി എന്ന് കിട്ടും. ഓർക്കുക, അപ്പോൾ ഇത് 100 ഡിഗ്രിയാണ്. ഇനി ഒരു ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാകുന്ന കോണിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ എതിർ ചാപത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ അളവ്. അപ്പോൾ എ പി ബി എന്ന ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ 100 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് എതിർ ചാപമായ എ സി ബിയിലുണ്ടാക്കുന്ന ആംഗിൾ എ സി ബി. 100ൻ്റെ പകുതി 50 ഡിഗ്രി വരും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി 50 ഡിഗ്രി.